ഹായ് എവറി വൺ. അപ്പം ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവുകയാണ്. ഞാൻ മാത്രമല്ല പോകുന്നത്, നമ്മുടെ രശ്മി ചേച്ചിയും കൂടെ ഉണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ സ്കൂളൊന്നും പിള്ളേരെല്ലാവരും പോയി, 2 പേര് മാത്രമേ ബാലൻസ് ഉള്ളൂ. പിന്നെ നമ്മുടെ ഒതയുടെ വീട്ടിലോട്ടും നുസ്രിൻ്റെ വീട്ടിലോട്ടുമാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ടുള്ള വീടും അവിടെ പോയിട്ടുള്ള എല്ലാം നിങ്ങളെ കാണിച്ചു തരാം. ഇന്നത്തെ ഇത്ര അപ്പം നിങ്ങൾ ഞങ്ങളെ വീഡിയോ നമ്മൾ ഒതയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഒലയുണ്ട്. അപ്പം നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ അവർക്ക് ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. ആ ഗിഫ്റ്റാണ് കാണിച്ചു തരാം നിങ്ങളെ. ഇതാണ് ആ ഗിഫ്റ്റ്. ഇതൊരു സ്വീറ്റ് ബോക്സാണ്. പിന്നെ ആണെങ്കിൽ നമുക്ക് നെയിൽ പോളിഷ് എല്ലാം പോയിട്ടുണ്ട്. അപ്പം അത് എടുക്കാൻ മോള് വരെ പോയിട്ട് വരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. പിന്നെ ഇതാണ് യെസ് കാണണ്ടേ. അപ്പോൾ ഞങ്ങൾ ഒലയുടെ വീട്ടിലും മിസ്സിൻ്റെ വീട്ടിലും പോയിട്ട് വരാം. ഇതാണ് നമ്മൾ ഒലയുടെ കൊച്ച്. മഹേഷ് കുറച്ച് താമസിച്ച് പോയി. അതുകൊണ്ട് ഞങ്ങൾ 10 മിനിറ്റ് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. എപ്പോൾ തിരിച്ചു വരുമെന്നൊന്നും അറിയത്തില്ല. വേണമെങ്കിൽ നേരത്തെ വരാം, താമസിച്ചൊക്കെ വരാം. അവിടെ പോയിട്ട് അവിടുത്തെ സന്ദർഭം അനുസരിച്ചിട്ടാണ് ഞങ്ങൾ വരവ് തീരുമാനിക്കുന്നത്. കുറേ വട്ടം ഞങ്ങളോട് നുസ്രീൻ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു വീട്ടിലോട്ട് വാ, എല്ലാവരും വാ വാ വാന്ന്. ഇന്നാണ് അതിനൊരു സമയം കിട്ടിയത്. അപ്പം നമ്മളൊന്നും നോക്കിയില്ല, എല്ലാവരും കൂടെ പോകാൻ തീരുമാനിച്ചു. ഫസ്റ്റ് നമ്മൾ നുസ്രിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. പിന്നീടാണ് ഒലയുടെ വീട്ടിലോട്ട് പോകുന്നത്. നുസ്രിൻ വെക്കേഷന് പോകുന്നത് കൊണ്ട് എന്തായാലും നുസ്രിനെ കാണാൻ പോകണമെന്ന് നമ്മളങ്ങനെ തീരുമാനിച്ചത്. ഇനി ഞാൻ നിങ്ങളോട് നുസ്രിനെ കുറിച്ച് 2 വാക്ക് പറയാം, കേട്ടോ. ഇണക്കങ്ങൾ എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഒരു ക്ലാസ്സിലായിരുന്ന സമയത്തും അല്ലാത്ത ടൈമിൽ എല്ലാവരുമായിട്ട് അങ്ങനെ വഴക്കളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവൾ പോവാന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നല്ല വിഷമമായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല സങ്കടമായിട്ടുണ്ടായിരുന്നു. അവളായിരുന്നു ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടു തരുകയും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് അവൾ ഞങ്ങൾക്ക് കൊണ്ടു തരുകയും എല്ലാം ചെയ്തു. നല്ല സ്നേഹമാണ് അത്. എന്തായാലും ഞങ്ങൾ അടുത്ത സ്കൂൾ തുറന്ന ടൈമിൽ നുസ്രിനെ മിസ് ചെയ്യും. കാരണം നുസ്രീൻ പോകുക, ഇനി വരത്തില്ല എന്നുള്ളൊരു കാര്യം ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ഞങ്ങൾ ഓക്കെ അല്ല. പിന്നെ ഓരോരുത്തരുടെ വിധിയാണ് അത് പോകുന്നത് ഒക്കെ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. നാളെ എനിക്കായിരിക്കും ഈ അവസ്ഥ വരുന്നത്. പക്ഷെ എന്നാ ചെയ്യല്ല, അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അവളെ എന്തായാലും ഞങ്ങൾ ഒത്തിരി മിസ് ചെയ്യും. ഇതാണ് നമ്മുടെ നുസ്രിൻ്റെ വീട്ടിലോട്ട് ചെന്ന്. ഇവിടെ ഹിജാബ് ഇട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ പറയുവാണ് ഓല നുസ്രീനെ ഹിജാബ് ഇടാൻ പറയുവാണ്. കാരണം വീഡിയോ ഹിജാബ് ഇടാതെ എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അവളുടെ എടുത്തിട്ടില്ല. ഇതാണ് നുസ്രിൻ്റെ കുട്ടികൾ. 3 പേരാണ്, ഒരാണും 2 പെണ്ണുങ്ങളും. അബ്ദുറഹ്മാൻ എന്നാണ് ആണിൻ്റെ പേര്, പെണ്ണുങ്ങളുടെ പേര് റയാൻ ആൻഡ് യക്കീൻ എന്നാണ്. യക്കീൻ നല്ല ക്യൂട്ടാണ്, എനിക്ക് അവളെ ഇഷ്ടമാണ്. എൻ്റെ ക്ലാസ്സിൽ സൈലൻ്റ് എന്ന് പറഞ്ഞാൽ അത് യക്കീനാണ്. റയാൻ ഇച്ചിരി ഭയങ്കര സംസാരവും നല്ല കുട്ടിയാണ്, നല്ല സ്നേഹമുണ്ട്. എന്നാലും കുറച്ച് നോട്ടിയാണ്. അബ്ദുറഹ്മാൻ വെരി നോട്ടിയാണ്. പക്ഷെ ഒതയും എൻ്റെ ക്ലാസ്സിലാണ് മോർണിംഗ് സെക്ഷനിൽ, ഈവനിങ് സെക്ഷനിലാണ് നുസ്രിൻ്റെ പിള്ളേരുടെ ക്ലാസ്സിൽ. അപ്പോൾ യക്കീൻ നല്ല സൈലൻ്റാണ്, അവൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഞങ്ങളിവിടെയെല്ലാം ഇരുന്നു, കുറച്ച് പാട്ടൊക്കെ വെച്ചു. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഹിന്ദിപ്പാട്ടാണ് വെച്ച് തന്നത്. അപ്പോൾ അടുത്തൊരു വ്ലോഗിൽ കൂടെ വരാം.